പുതിയ വ്യായാമ കൂട്ടായ്മയായ മെക്7-എതിരെ CPM നേതാവ് പി മോഹനന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഏത് ആൾക്കൂട്ടത്തിലും മുസ്ലിങ്ങളായിരിക്കും കൂടുതലെന്ന് കരുതി അതിനെ വേറെ ഒരു അർത്ഥത്തിലെടുക്കാൻ പാടില്ലെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ തുറന്നു പറഞ്ഞു. കോൺസ്പിറൻസി തിയറികൾ എല്ലാം പുറത്തുവിട്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ നാടിന് ഗുണകരമെന്നും BJPയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് CPM നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ഈ നാട് തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. മലപ്പുറത്തോ കോഴിക്കോടോ ഹോട്ടലിൽ പോയാലും ജിംനേഷ്യത്തിൽ പോയാലും റേഷൻ കടയിൽ പോയാലും മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ടാവുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. എന്നാൽ അങ്ങനെ കരുതി റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നവർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഈ നാട്ടിലെ മനുഷ്യർക്ക് വ്യായാമം ചെയ്യണമെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ? തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മലപ്പുറത്തോ കോഴിക്കോടോ ഹോട്ടലിൽ പോയാലും ജിംനേഷ്യത്തിൽ പോയാലും റേഷൻ കടയിൽ പോയാലും കൂടുതൽ എണ്ണത്തിൽ മുസ്ലിങ്ങൾ കാണുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. അതിനാൽ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നവർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഈ നാട്ടിലെ മനുഷ്യർക്ക് വ്യായാമം ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ? BJPക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതോ BJP പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കാത്തതോ ആയ മുസ്ലിം വിരുദ്ധ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നത് CPM ആണെന്ന് ആവർത്തിച്ച് അടിവരയിടുന്നതാണ് മെക്7 വിവാദം. പാലക്കാട്ടെ പത്രം പരസ്യം പോലെ CPMന്റെ മുസ്ലിം വിരുദ്ധത മെക്7ലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കോൺസ്പിറൻസി തിയറികൾ പുറത്തുവിട്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന പാർട്ടികൾ അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ നാടിന് യഥാർത്ഥത്തിൽ ഗുണകരം. BJPയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് CPM നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ഈ നാട് തള്ളിക്കളയുക തന്നെയായിരിക്കും ചെയ്യുകയെന്നും സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞു.